ഇന്ത്യയുടെ സഹോദര രാജ്യമാണെന്നും അമേരിക്കയ്ക്ക് വിധേയമായി ജീവിക്കണമെന്നും വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്ന സംഘപരിവാറുകാർക്കും മറുപടിയില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ മറുപടി മനുഷ്യരോട് മാത്രമാണ്, മനുഷ്യത്വമുള്ളവരോട് മാത്രമാണ്. മനുഷ്യരൂപമുള്ള മനുഷ്യനെന്ന പദവുമായി ബന്ധമില്ലാത്തവരോട് ഒരു മറുപടിയുമില്ല. പക്ഷേ നിഷ്കളങ്കരായ ചിലരെങ്കിലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നുണ്ട്. അവരിപ്പോ ചോദിക്കുന്നുണ്ട്, ഇറാനിൽ ഖമേനിയുടെ നേതൃത്വം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നിലപാടെടുത്തവരല്ലേ, കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയവരല്ലേ, അവരെ ജയിലടച്ചവരല്ലേ, അപ്പോ ആ ഇറാനെ ആക്രമിക്കുമ്പോൾ, ആ ഖമേനിയെ കൊലപ്പെടുത്തുമ്പോൾ ആഹ്ലാദിക്കുകയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത്? ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നവരിൽ ലീഗുകാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. ഇത്തരത്തിലുള്ള വങ്കത്തരം പറയുന്നതിൽ, അറുവഷളത്തരം പറയുന്നതിൽ ഇവര് മൂന്നുപേരും കൈകോർത്ത് പിടിച്ചാണ് നിൽക്കുന്നത് എന്നത് വർത്തമാനകാലത്തെ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇറാഖിന് ഐക്യദാർഢ്യവുമായി തെരുവുകളിൽ ഇറങ്ങിയ ഘട്ടത്തിലാണ്. ഇറാഖിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചയാളല്ലേ സദ്ദാം ഹുസൈൻ, കമ്മ്യൂണിസ്റ്റുകാരെ തുറങ്കിലടച്ചയാളല്ലേ സദ്ദാം ഹുസൈൻ. കമ്മ്യൂണിസ്റ്റുകാരെ പീഡിപ്പിച്ച ആ സദ്ദാം ഹുസൈനെ എന്തിനാണ് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ്. ഇത്തരം ചോദ്യം ഉന്നയിക്കുന്ന മുൻപറഞ്ഞ വിഭാഗങ്ങൾക്ക് ഒരു മറുപടിയുമില്ല, മുൻപറഞ്ഞ കാരണങ്ങളാൽ. എന്നാൽ ഇത്തരത്തിലുള്ള പ്രചാരവേലയാൽ സ്വാധീനിക്കപ്പെടുന്ന രാഷ്ട്രീയമായ മുൻവിധികളില്ലാത്ത മനുഷ്യരോട് ഞങ്ങൾക്ക് സംവദിക്കാനുണ്ട്. എന്താണ് പ്രശ്നം? ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭരണാധികാരി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എടുത്ത തെറ്റായ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമേയല്ല. പിന്നെയോ ഇത് ലോകസമാധാനത്തിന്റെ പ്രശ്നമാണ്, ഇത് സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ പ്രശ്നമാണ്. കുറച്ചുകൂടി ലളിതമായി വ്യക്തമായി പറഞ്ഞാൽ ഇന്നത്തെ സംഘപരിവാർ ഭരണകൂടത്തെ, ഇന്ത്യൻ ഭരണകൂടത്തെ നഖശിഖാന്തം എതിർക്കുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. എല്ലാ നിലയിലും എതിർക്കുന്നവരാണ്. മോദി ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങളെ, അവരുടെ ജനവിരുദ്ധമായ സാമ്പത്തിക നയങ്ങളെ, കോർപ്പറേറ്റ് വൽക്കരണത്തെ എതിർക്കുന്നു. ഇന്ത്യയുടെ മതനിരപേക്ഷ അടിത്തറ ദുർബലപ്പെടുത്തുന്ന സംഘപരിവാരത്തിന്റെ വിദ്വേഷ പ്രചരണത്തെ എതിർക്കുന്നു. അവരുടെ വർഗീയ അജണ്ടകളെ എല്ലാം എതിർക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇഷ്ടമില്ലാത്തവരെ പശുവിന്റെ പേരിൽ കൊന്നു തള്ളാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെയെല്ലാം എതിരായി പൊരുതുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ ഈ ഘട്ടത്തിൽ അമേരിക്കയാവട്ടെ, മറ്റേതെങ്കിലും ഒരു ശക്തിയാവട്ടെ, ഒരു സാമ്രാജ്യത്വ ശക്തിയാവട്ടെ, ഇന്ത്യക്കെതിരായി ആക്രമണം അഴിച്ചുവിട്ടാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പാതിരാത്രിയിൽ തട്ടിക്കൊണ്ടുപോയാൽ എന്തായിരിക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്? ഒരു സംശയവും വേണ്ട. മോദി ഭരണകൂടത്തെ നഖശിഖാന്തം എതിർക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള ബാഹ്യമായ ആക്രമണത്തെ, കൈകടത്തലിനെ, സാമ്രാജ്യത്വ ആക്രമണത്തെ അതിശക്തമായി എതിർക്കും. അപ്പോ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? നിങ്ങൾ മോദിയെ എതിർത്തവരല്ലേ? കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചയാളല്ലേ മോദി? അവരുടെ വർഗീയ രാഷ്ട്രീയത്തെ നിങ്ങൾ എതിർക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. അവിടെ ഇന്ത്യയുടെ പരമാധികാരത്തിനാണ് വില. അവിടെ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ മാനിക്കാതെ അവിടേക്ക് കടന്നു കയറുന്ന, ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന, അവിടുത്തെ ജനങ്ങളെ യുദ്ധക്കെടുതിയിലേക്ക് തള്ളിയിടുന്ന, ലോകത്തിന്റെ തന്നെ സമാധാനം തകർക്കുന്ന സാമ്രാജ്യത്വത്തെ എതിർക്കുക എന്നതാണ് പ്രശ്നം. അത് മനസ്സിലാവണമെങ്കിൽ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ ചലനങ്ങളെക്കുറിച്ചുള്ള ധാരണയുണ്ടാവണം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച സദ്ദാം ഹുസൈനെ എതിർത്തിട്ടുണ്ട്. എന്നാൽ ഏകപക്ഷീയമായി അമേരിക്ക സദ്ദാമിന്റെ മേൽ നടത്തിയ ആക്രമണത്തെയും ഞങ്ങൾ എതിർക്കുന്നുണ്ട്. തെറ്റായ ഏതെങ്കിലും ഒരു നയത്തിനുള്ള പിന്തുണയല്ല അത്. മറിച്ച് രാഷ്ട്രമെന്ന നിലയിൽ രൂപപ്പെടുത്തത് മുതൽ ഇങ്ങോട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം, അമേരിക്കൻ ഭരണകൂടം ലോകത്തിന്റെ സമാധാനം തകർത്തുകൊണ്ട് നടത്തുന്ന എല്ലാ സൈനികമായ ഇടപെടലുകൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധമാണ്. ലോകത്തിന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് കൈകോർത്തു നിൽക്കുന്ന ഇസ്രായേലാണ്. ഈ രണ്ട് രാജ്യങ്ങളാണ് ഇന്ന് ലോക സമാധാനത്തിന് ഭീഷണി. ചരിത്രത്തിലുടനീളം മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിക്കാതെ തങ്ങളുടെ സാമ്പത്തിക സൈനിക താൽപര്യങ്ങൾക്കു വേണ്ടി ഏകപക്ഷീയമായ ആക്രമണങ്ങൾ, കൂട്ടക്കുരുതികൾ, ഉപരോധങ്ങൾ നടത്തിയ എത്ര അനുഭവങ്ങളാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലുള്ളത്. അമേരിക്കയുടെ ഒരു അടുക്കളത്തോട്ടമായി സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെ നിലനിർത്തുക എന്നത് അമേരിക്കയുടെ ഒരു അജണ്ടയായി. അതിന്റെ ഭാഗമായി
സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ ഉണർവുകളെ സൈനികമായി തന്നെ അടിച്ചമർത്തുകയും ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത അതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ കൊന്നൊടുക്കിയ ചരിത്രത്തിലെ എത്ര ചോരക്കുരുതികളുടെ പാഠമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ചിലി, ലാറ്റിൻ അമേരിക്കയിലെ ഒരു രാഷ്ട്രമാണ് ചിലി. ആ ചിലിയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു, സാൽവഡോർ അലൻഡെ. ആ അലൻഡയുടെ സ്നേഹിതനായിരുന്നു ലോകം മുഴുവൻ ആദരിക്കുന്ന മഹാനായ കവി പാബ്ലോ നെരൂദ. നെരൂദയെയും സാൽവഡോർ അലൻഡയെയും കൊലപ്പെടുത്തിയത് അമേരിക്കൻ അട്ടിമറിയിലാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ CIA നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി കൊല്ലപ്പെടുന്നു. ആ രാഷ്ട്രത്തെയാകെ ഛിന്നഭിന്നമാകും. അങ്ങനെ ചിലിയിൽ, പെറുവിൽ, മറ്റൊട്ടേറെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഒരു കാലത്ത് ഓപ്പറേഷൻ കോണ്ടോർ എന്ന പേരിൽ പെറുവിൽ നിന്ന് ആരംഭിച്ച അമേരിക്കൻ സൈന്യത്തിന്റെയും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേരിട്ടുള്ള നേതൃത്വത്തിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ട, എത്രായിരങ്ങൾ, പതിനായിരങ്ങളാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത്. എത്ര രാജ്യങ്ങളെയാണ് അസ്ഥിരപ്പെടുത്തിയത്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കയിലെ അളവറ്റ പ്രകൃതി സമ്പത്തിൽ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ പുതുവർഷ ദിനത്തിലാണ് നിക്കോളാസ് മഡ്യൂറോയെ, വെനസ്വേലയുടെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോയി, റാഞ്ചിക്കൊണ്ടുപോയി. ഈ ആധുനിക കാലത്ത് ആർക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമാണിത്? കായികമായി ബലമുള്ളവൻ, രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സൈനികമായി കൂടുതൽ കരുത്തുള്ളവൻ, കരുത്തു കുറവുള്ളവനെ ആക്രമിച്ച് കീഴടക്കുക എന്നത് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല, മര്യാദയല്ല. അത് മലയാളത്തിലെ ഏറ്റവും മോശമായ വാക്കുകൊണ്ട് അടയാളപ്പെടുത്തേണ്ട ഒരു ക്രൂരതയാണ്.